ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മസാലക്കൂട്ടിനായി ഉപയോഗിക്കുന്നത് ജാതിപത്രി, ജാതിക്ക, പട്ട, കറയാമ്പ്, 4 ഏലക്ക, ഒരു തക്കോലം, ഇലയും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് മുന്തിരിയും കുറച്ച് കശുവണ്ടിയും വറുത്തിടാൻ വേണ്ടിയിട്ട്. ഈ എടുത്തു വച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഞാൻ 1.5 സവാള എടുത്ത് വറുത്തെടുക്കും. അപ്പോൾ അത് വറുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സവാള വറുക്കാനായിട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചെടുക്കുന്നതിന് ഒരു 1.5 സവാള മാത്രം ഇട്ടാൽ മതി, കാരണം അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്കിപ്പോൾ ഉപ്പിട്ടിത്തിരി കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അത് കോരി മാറ്റാം. ഞാനിപ്പോൾ സവാള വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കശുവണ്ടി ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ സവാളയും കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് അരിയാണ് എടുത്തു വെച്ചത്. അരി ഞാനെടുത്ത് കഴുകി ഊറ്റി വെള്ളം പോയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്തോട്ട് കലം വെച്ച് നമുക്ക് നെയ്ച്ചോറ് വേവിക്കാം. ഞാനിപ്പോൾ അടപ്പത്തോട്ട് കലം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നത് ചോറിന് നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരു നല്ലൊരു മണം വരും. ഏകദേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും കൂടി, നമ്മൾ 3 സവാളയാണ് എടുത്തത്. അതിൽ 1.5 സവാള നമ്മൾ വറുത്തെടുത്തു. ബാക്കി 1.5 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ സമയത്ത് തന്നെ നമ്മൾക്ക് ചോറിലേക്ക് ഒഴിക്കാനുള്ള ചൂടുവെള്ളം, അതായത് 1 കപ്പ് അരിക്ക് നമ്മൾ ഒഴിക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ആ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് സിമ്മായിട്ട് അവിടെ തന്നെ വെച്ചേക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം.
സവാള ഏകദേശം വഴറ്റി വന്ന വരെ നമുക്ക് ഇളക്കാം. ഇത് കൂടുതലായിട്ട് ചോറിന് നന്നായിട്ട് ടേസ്റ്റ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഒരു മണം വരുന്നുണ്ട്. സവാളയിൽ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വശവും ഇളക്കി കൊടുത്ത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിയിൽ പിടിക്കണം. എന്നാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. നമ്മളുടെ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കൂട്ടി ഒലിപ്പിച്ച് വെക്കാം. നന്നായിട്ട് കൂടി ഒലിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പിട്ടാണ് വെച്ചേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളക്കി അരിയിലോട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തത്, ഈ കപ്പിലാണ് എടുത്തത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 നാരങ്ങ എടുത്തത്, ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ 1 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരങ്ങ പിഴിഞ്ഞത് നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നാരങ്ങ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നേരിയ ഒരു പുളിപ്പിനും പിന്നെ ചോറ് നന്നായിട്ട് വൃത്തിയായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഒന്ന് വേവിക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് പതുക്കെ മൂടി വെക്കാം. നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നല്ല ഒരു നെയ്ച്ചോറിൻ്റെ മണം വരുന്നുണ്ട്. റൂമിൽ മൊത്തം നെയ്ച്ചോറിൻ്റെ മണമാണ്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഏകദേശം വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കത് തീയൊന്ന് സിമ്മിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇളക്കി എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കാം. ഇപ്പം ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. അപ്പം നമുക്ക് കാണാം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതാക്കി വെടിയിപ്പിച്ച് നോക്കാം. വെള്ളം നന്നായിട്ട് വറ്റി ചോറ് വിട്ടിരിപ്പുണ്ട്. നമുക്കതിലോട്ട് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും സവാളയും മുന്തിരിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് ദമ്മിട്ട് വെക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഇനി ഒരു ഏകദേശം 5 മിനിറ്റും കൂടി അവിടെ ഇരുന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മളതൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരിയെല്ലാം വിട്ട് കിടപ്പുണ്ട്, ചോറ് വിട്ട് കിടപ്പുണ്ട്. അപ്പോൾ സീ യു സൂൺ, ബൈ.